പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹം തേടി വേളാങ്കണ്ണിയിലേക്ക്. ഞങ്ങളിപ്പോൾ നമ്മുടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നലെ രാത്രി ആണ് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞ് നാഗപട്ടണത്ത് ഇറങ്ങി. നാഗപട്ടണത്തിൽ നിന്നിപ്പോൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഞങ്ങൾക്കിവിടെ വളരെ അടുത്താണ് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 11 പേരാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ ടീം. ഇതാണ് ഞങ്ങൾ ഇവിടെ വേളാങ്കണ്ണിയിൽ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ സീ ഗേറ്റ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. പള്ളിയിലേക്കും ഇവിടുന്ന് ഏകദേശം അത്ര ദൂരം തന്നെ ഉള്ളൂ. വളരെയധികം മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത്, രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 12:15 ഞങ്ങളൊന്ന് ഫ്രഷായതിനു ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പള്ളിയിലേക്ക് പോകുക. വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. ഇതിൽ മറ്റേ ഹട്ടുകളുണ്ട്, വില്ല ഉണ്ട്, റൂമുകളുണ്ട്. ഞങ്ങൾ വില്ലയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ചിലൊരു സാങ്കേതിക കാരണം ചിലപ്പോൾ നമുക്ക് വില്ല കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. വേറെ ആരോ ഒഫീഷ്യൽസ്, ഹൈ ഒഫീഷ്യൽ ആരോ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ വില്ല വിട്ടുകൊടുക്കേണ്ടിയിരുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് അങ്ങനെ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമുക്കത് മാറ്റേണ്ടാവുള്ളൂ. ഓക്കെ, ഞങ്ങൾ റിസപ്ഷനിലേക്ക് പോവുകയാണ്. വേളാങ്കണ്ണിയിൽ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്. അത് വേളാങ്കണ്ണി മെയിൻ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചെറിയ പള്ളിയും നിൽക്കുന്നത്. സെബസ്ത്യാനോസിൻ്റെതായ ഒരു പള്ളിയുണ്ട്. ഇപ്പുറത്ത് ഗീവർഗീസും അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെയും പടങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാനായി പള്ളിയുടെ അകത്തേക്ക് കയറുന്നുണ്ട്. മനോഹരമായിട്ട് ഒരു ചെറിയ ഗ്രോട്ടോ കൂടി ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വേളാങ്കണ്ണിയിലെ ശവപ്പള്ളിയാണ്. ഒരുപാട് ആത്മാക്കൾ ഇവിടെയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വേളാങ്കണ്ണിയിലെ സെമിത്തേരി. നമ്മൾ വേളാങ്കണ്ണിയുടെ വിവിധ ദൃശ്യങ്ങളാണ് നമ്മളോട് കാണുക. മാതാവിൻ്റെ ഒരു ചെറിയ ഒരു സ്റ്റാച്ചു കൂടിയുണ്ട്. പുറകിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ മുതൽ നമ്മൾ വേളാങ്കണ്ണിയുടെ പള്ളിയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബസിലിക്ക പള്ളിയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ. ഇവിടെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. 5:30 ഒരു ഭക്തി സാന്ദ്രമായ പ്രദക്ഷിണം ആരംഭിക്കുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിനാണ് ഇവിടെ എല്ലാവരും വരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഈ വേളാങ്കണ്ണിയിലേക്ക് അമ്മയുടെ അനുഗ്രഹം തേടി ഒരുപാട് ജപമാല ആരംഭിക്കാനുള്ള മണിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. ജപമാല ആരംഭിക്കേണ്ട ടൈമായി. സെക്യൂരിറ്റിക്കാർ എല്ലാവരെയും 2 ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
சேராவை ஆண்டவருடைய தூதர் மரியாவுக்கு தூதரைத்தார். அருள் நிறைந்த மரியை வாழ்க, ஆண்டவர் உடனே பெண்களோடு ஆசி பெற்றவர் நீரே, உம்முடைய திருவயிற்று கனியாகிய இயேசுவும் ஆசி பெற்றவரே. இதோ ஆண்டவரின் அடிமை, அருள் நிறைந்த மரியை வாழ்க, ஆண்டவர் உடனே பெண்களோடு ஆசி பெற்றவர் நீரே, உம்முடைய திருவயிற்று கனியாகிய இயேசுவும் ஆசி. പ്രിയമുള്ളവരെ, ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയെത്തുന്ന പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ സവിധത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന പുണ്യസ്ഥലം. ഈ മാതാവിൻ്റെ പുണ്യഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ച് ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്ന വേളാങ്കണ്ണിയിലേക്ക് ഒരു കുഞ്ഞു തീർത്ഥയാത്ര. 16-ാം നൂറ്റാണ്ടിലാണ് തമിഴ്നാട്ടിലെ ഒരു ഹൈന്ദവ ബാലൻ പാൽ കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങി. ഉറക്കത്തിൽ അതിമനോഹരമായ ഒരു ശബ്ദം കേട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ശോഭയേറിയ ഒരു കൈക്കുഞ്ഞുമായി അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളത്തിന് സമീപം നിൽക്കുന്നതായി അവൻ കണ്ടു. കുഞ്ഞിനെ കുടിക്കുവാൻ അല്പം പാൽ ചോദിച്ചു. പാൽ കുറഞ്ഞാലുള്ള ശിക്ഷയെപ്പറ്റി ഓർത്തെങ്കിലും കുഞ്ഞിന് ആവശ്യമായ പാൽ നൽകി. വളരെയേറെ വിഷമത്തോടെ പേടിച്ച് വിറച്ച് യജമാനൻ്റെ മുന്നിലെത്തി ബാലൻ പാൽക്കുടം തുറന്നു നോക്കിയപ്പോൾ നിറഞ്ഞു തുളുമ്പിയ അവസ്ഥയിലാണ് ഈ പാൽക്കുടം കണ്ടത്. ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഈ മുതലാളിയോട് ആ കുഞ്ഞു ബാലൻ പറയുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ ഈ കുട്ടിയെ കൂടി അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി. അതേ ദർശനം അദ്ദേഹത്തിനുമുണ്ടായി. ഈ അത്ഭുതം കേട്ടറിഞ്ഞ് ആളുകൾ ഒരുപാട് അവിടെ ചുറ്റും കൂടി. ഇത് പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണി യേശുവും ആണെന്ന് അവിടെയുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആ കുളം ഇന്നും അത്ഭുത ഉറവയുള്ള മാതാക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഇപ്പോഴും അത് അമൂല്യമായി സൂക്ഷിക്കുന്നു. അതിനോട് ചേർന്ന് അതിനടുത്ത സ്ഥലമായ മാടുതിട്ട് എന്ന ഗ്രാമത്തിൽ
മോര് വിൽപ്പന നടത്തിയിരുന്ന മുടന്തനായ ഒരു ബാലൻ, അവൻ്റെ മുന്നിലും ഉണ്ണിയെയും കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞിന് കുടിക്കാൻ ഇത്തിരി മോര് ആവശ്യപ്പെട്ടു. ഈ ബാലൻ ആ കുഞ്ഞിനെ മോര് നൽകി. തൊട്ടടുത്ത ഗ്രാമത്തിൽ പോയി അവിടുത്തെ കത്തോലിക്കനെ കണ്ട് ഇവിടെ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെടണം എന്ന് ആ സ്ത്രീ പറഞ്ഞു. കാലിൻ്റെ അസുഖം മൂലം അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ആ മുടന്തനെ സൗഖ്യം നൽകി. സന്തോഷവാനായ ആ ബാലൻ ആ സ്ത്രീ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ചെറിയ പള്ളി പണിതു. ആരോഗ്യമാതാവിൻ്റെ പള്ളി എന്നാണ് ആ പള്ളിയെ വിളിച്ചു പറയുന്നത്. ഈ സംഭവം നാടെങ്ങും പരക്കുകയും ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെയും സംഭവിച്ചു തുടങ്ങി. 17-ാം നൂറ്റാണ്ടിലും ഇതുപോലെയുള്ളൊരത്ഭുതമുണ്ടായി. പോർച്ചുഗീസുകാരുടെ നാവിക ആധിപത്യ കാലത്ത് ചൈനയിൽ നിന്നും ഒരു കച്ചവട കപ്പൽ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റിലകപ്പെട്ടു. അപ്പോൾ നാവികർ അമ്മയോട് പ്രാർത്ഥിച്ചു. അവിടെയും അത്ഭുതം നടന്നു. കാറ്റ് ശമിച്ച് അവർ ഒരു തീരത്തണഞ്ഞു. അത് വേളാങ്കണ്ണിയിലായിരുന്നു. അവിടെ അവർ ഒരു ചെറിയ പള്ളി പണിതു. അന്ന് സെപ്റ്റംബർ 8-ാം തീയതിയായിരുന്നു. മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ദിവസമാണ് ഈ അത്ഭുതം അവിടെ നടന്നത്. ഇന്നും സെപ്റ്റംബർ 8 വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാളായി അവിടെ ആചരിക്കുന്നു. അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച പോലെ അമ്മ മാതാവേ, ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. തലമുണ്ടനം, പുഷ്പാർച്ചന, മുട്ടിലിഴയിൽ തുടങ്ങിയ ഒട്ടേറെ വ്യത്യസ്തമായ നേർച്ചക്കാഴ്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ആവോളം ആസ്വദിക്കാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ വേളാങ്കണ്ണിയിലെ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ മുന്നിലാണ് ഇപ്പോൾ ആയിരിക്കുക. ഇപ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ നമ്മൾ താണ്ടി ഇവിടെ എത്തി. ഈ പള്ളിയുടെ മുന്നിലാണിപ്പോൾ. ഇവിടെ 9 മണിക്കാണ് ദിവ്യബലി. അതിനു മുമ്പ് ഞങ്ങളിപ്പോൾ ഒരു 7:30-ക്കൊക്കെ 8 മണി ആയിട്ടുള്ളൂ. ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മലയാളികൾ ഈ കുർബാനയ്ക്കായി, പ്രത്യേകിച്ച് മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായി ഈ സൗധത്തിലേക്ക് എത്തുന്നുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ ഈ ആലയത്തിന് ചുറ്റും. വിവിധ പള്ളികളായിട്ട് അവിടെ മനോഹരമായൊരു സ്റ്റാച്ചു. ഈ സ്റ്റാച്ചു ആണ് ഇന്നലെ നമ്മളപ്പുറത്ത് നമ്മളെടുത്തത്. അതിൻ്റെ പുറകു ഭാഗമാണിത്. ഇവിടെ മുഴുവൻ തീർത്ഥാടകർ നിറയും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പുഷ്പാർച്ചനയും പൂമാലകൾ ചാർത്തലും, അതുപോലെ തന്നെ ഇവിടെ താക്കോല്, ആൾരൂപങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നേർച്ച കാഴ്ചകൾ ഇവിടെയുണ്ട്. പിന്നെ മെഴുകുതിരി ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇതൊക്കെ പള്ളിയുടേതായ ഇതാണ്. പള്ളിയുടെ ഇപ്പം മുന്നിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. ഇതാണ് പള്ളിയുടെ മുൻഭാഗം. ഒരുപാട്
ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കാവുന്ന സംവിധാനത്തിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വേളാങ്കണ്ണിയുടെ ചരിത്ര പ്രസിദ്ധമായ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഒരുപാട് തീർത്ഥാടകർ ഈ ഞായറാഴ്ച ദിവസം ദിവ്യബലി അർപ്പണത്തിനായി, മലയാള ദിവ്യബലി അർപ്പണത്തിനായി ഈ പള്ളിയിൽ എത്തിച്ചേരും. ഈ പള്ളിയുടെ പ്രത്യേകത ഇതിന് 4 കവാടങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുപോലെയുള്ള 4 കവാടങ്ങളാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടുകളിലൊന്നായ മുട്ടിലെഴയുന്നതാണ്. വളരെയേറെ തലേദിവസം വരെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. ആ റോഡിലൊക്കെ ചെളിയും വെള്ളവുമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അനേകം പേര് മുട്ടിലിഴഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി അപ്പുറത്ത് അകലെ കാണുന്ന പള്ളിയിൽ നിന്ന് ഈ മാതാവിൻ്റെ അനുഗ്രഹം തേടി ഈ പള്ളിയിലേക്ക് എത്തുകയാണ്. അത് ഈ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഈ പ്രധാന മുന്നിലൂടെയാണ് ഈ മുട്ടിലിഴഞ്ഞ് പോകുന്നത്. ഒരുപാട് മക്കൾ ഈ മുട്ടിലിഴാൻ വേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മുഖ്യ കവാടം. ഈ മുഖ്യ കവാടം ഇതേപോലെ തന്നെയാണ്, ഇതേ ആംഗിളിൽ തന്നെയാണ് 4 കവാടങ്ങളും. ഈ 4 കവാടങ്ങൾ കടന്നാലും ഇതിൻ്റെ പ്രധാന അൾത്താരയുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കും. ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് ഈ മോർണിംഗ് സ്റ്റാർ ദേവാലയം. ഇത് ആളുകൾ മുട്ടിലിഴഞ്ഞ് പോകുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ പള്ളിക്ക് മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച് അവരുടെ മുട്ടിൽ എഴൽ അവസാനിപ്പിക്കും. ഇതാണ് നമ്മുടെ മനോഹരമായ പള്ളി. ഈ പള്ളി മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ ഉള്ള പള്ളിയാണ്. ഇവിടെയാണ്, ഈ പള്ളിക്കകത്താണ് മാതാവിനെ നമ്മളുടെ പരിശുദ്ധ ദേവമാതാവ് ഇടയബാലന് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം ഈ പള്ളിക്ക് അകത്താണ്. അവിടെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമൊക്കെ പണിതിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ നേർച്ച മാതാവിനെ മെഴുകുതിരി കത്തിക്കുന്ന ആ സ്ഥലമാണ് ഇവിടെയും ഒരുപാട് ആളുകൾ മാതാവിൻ്റെ പ്രീതിക്ക് പാത്രമായി തിരികൾ കത്തിച്ച് ഇവിടെ പ്രാർത്ഥിക്ക് പോകുന്നുണ്ട്. ഇതിനുള്ള തിരികളൊക്കെ ഇവിടെ വിവിധ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. തിരികൾ വാങ്ങിക്കാനും അവിടെ നമുക്ക് കത്തിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്താണ് നമുക്ക് മാതാവിൻ്റെ തീർത്ഥജലം വാങ്ങിക്കാനുള്ള സ്ഥലം ഈ പള്ളിക്ക് തൊട്ടപ്പുറത്ത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റേ മാതാവ് ഇടയബാലന് പ്രത്യക്ഷപ്പെട്ട ആ പാൽക്കാരൻ മകന് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ആ പള്ളിയാണ് ഇവിടെ. ഇതാണ് ആ പള്ളി. വളരെ മനോഹരമായി ഈ സ്റ്റാച്ചു ഒക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു 3D ലെവൽ കാണാവുന്ന രീതിയിൽ മാതാവും ബാലനും മുന്നിലും അതിൻ്റെ പുറത്തുള്ളതൊക്കെ പുറകിലായിട്ടാണ് കാണുന്നത്. ആ ദേവാലയത്തിലും പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെയും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ പള്ളിക്കപ്പുറം ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഗ്രോട്ടോ, മാതാവ് കപ്പലിൽ നിൽക്കുന്ന ഒരു മാതാവിൻ്റെ രൂപം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും ഈ പള്ളിക്കപ്പുറമാണ്. ഇത് മാതാവിൻ്റെ ആ ഒരു വെള്ളം, അവർ ലേഡി ഓഫ് ടാങ്ക്, വെള്ളത്തിൻ്റെ ഇത് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അവർ പ്രത്യേകമായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി മാതാവ് ഒരു സ്റ്റാച്ചു ഒരു പായ്ക്കപ്പലിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ മനോഹരമായിട്ടുള്ള കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ ഗ്രോട്ടോ പോലെ മാതാവിൻ്റെ ചിത്രം കൂടി അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പള്ളിയോട് ചേർന്നുള്ള സംവിധാനങ്ങളാണ്. കിലോമീറ്ററുകൾ ദൂരത്തിലാണ്, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് വിസ്തീർണത്തിലാണ് ഈ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്.
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഈ വേളാങ്കണ്ണിയിൽ ഞങ്ങൾ ദിവ്യബലിക്ക് അണയുകയാണ്. മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ പ്രഭാത 9 മണിക്കാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി അവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ള കാഴ്ചവെപ്പാണ്. അപ്പോൾ കാഴ്ചവെപ്പിന് നമുക്ക് തിരുവോസ്തി നമുക്കവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ആ തിരുവോസ്തി സമർപ്പണവും ഈ കുർബാനയുടെ ഒരു ഭാഗമായി ഒരുപാട് തീർത്ഥാടകർ തിരുവോസ്തി വാങ്ങി അവിടെ കുർബാന മധ്യേ മാതാവിനെ സമർപ്പിക്കുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവരിലേക്കും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ. ഉണ്ണിയെ വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന മന്ത്രവുമായി അനേകരെ ആ പദാധികത്തിലണയുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.